ഒരു 4 ജോഡികളാണ്. ഭാര്യ ഭർത്താക്കന്മാരാണ്, അല്ലെങ്കിൽ കാമുകി കാമുകന്മാരാണ്. അങ്ങനെയുള്ളവരുടെ ഒരു മെട്രോ സിറ്റിയിലെ ലൈഫാണ്. 4 മെട്രോ സിറ്റിയിലെ ഇതാണ് കാണിക്കുന്നത്. പല വീണ്ടും വിചാരങ്ങൾ, പിന്നെ അവർ വീണ്ടും ഒന്നിക്കുന്നത്, അങ്ങനെ വളരെ ഒരു ഇമോഷണൽ ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം. ഓടി സിനിമയെല്ലാം കണക്റ്റാകും നന്നായിട്ട്. എല്ലാവരും വളരെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് സിനിമ കണ്ടിറങ്ങിയത്. മെട്രോ നല്ല സിനിമയാണെന്ന് പറയുമ്പോൾ ഒരു ന്യൂ ജനറേഷനിലും ഓൾഡ് ജനറേഷനിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണെന്ന് പറയുമ്പോൾ ഒരു 4 ജോഡികളാണ്. അത് ഭാര്യ ഭർത്താക്കന്മാരാണ്, അല്ലെങ്കിൽ കാമുകി കാമുകന്മാരാണ്. അങ്ങനെയുള്ളവരുടെ ഒരു മെട്രോ സിറ്റിയിലെ ലൈഫാണ്. 4 മെട്രോ സിറ്റിയിലെ ഇതാണ് കാണിക്കുന്നത്. മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ബാംഗ്ലൂർ, ആ 4 സ്ഥലങ്ങളിലായിട്ട് നടക്കുന്ന 4 കപ്പിൾസിൻ്റെ ജീവിതമാണ്. അവരെല്ലാം പരസ്പരം റിലേറ്റഡാണ്, പല ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ റിലേറ്റഡാണ്. അതിൻ്റെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ അതിൽ 8 പേരും വളരെ നന്നായിട്ട് ചെയ്തു. അനുപം ഖേർ, നീന ഗുപ്ത ഒരു ജോഡി, ആദിത്യ റോയും സാറ അലി ഖാനും വേറൊരു ജോഡി, പങ്കജ് ത്രിപാഠിയും കൊങ്കണ സെന്നും വേറൊരു ജോഡി, പിന്നെ അലി ഫസലും ഫാത്തിമ സന ഷെയ്ഖും എല്ലാവരും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പലരും നാഷണൽ അവാർഡ് വിന്നേഴ്സാണ്. അവരുടെ എല്ലാം മികച്ച പെർഫോമൻസും കൂടെ ഉണ്ട്. പിന്നെ അതിൻ്റെ മ്യൂസിക് നല്ല പാട്ട്, പ്രീതമിൻ്റെ മ്യൂസിക്, നല്ല പാട്ടുകളുണ്ട്. പിന്നെ ഒരു വെറൈറ്റി രീതിയിലാണ് സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. പിന്നെ ബ്രേക്കപ്പ്, പിന്നെ ഒരു സെക്കൻഡ് ചാൻസ്, പിന്നെ പല വീണ്ടും വിചാരങ്ങൾ, പിന്നെ അവർ വീണ്ടും ഒന്നിക്കുന്നത്, അങ്ങനെ വളരെ ഒരു ഇമോഷണൽ ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ല, എടുത്തു പറയാമെന്ന് പറയുമ്പോൾ ആ കഥ പറഞ്ഞു പോകുന്ന രീതിയാണ്. കാരണം 4 മെട്രോ സിറ്റിയിൽ നടക്കുന്ന ജീവിതത്തിൽ പലരുടെയും ലൈഫ് അവർ തമ്മിൽ കണക്റ്റഡാണ്. അതിനെ ഇൻ്റർ കണക്റ്റായിട്ട് കഥ പറഞ്ഞു പോകുന്നത്. അത് തന്നെയാണ് എൻ്റെ മികച്ചത്. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് സിനിമ. ഓടി സിനിമയെല്ലാം കണക്റ്റാകും നന്നായിട്ട്. എല്ലാവരും വളരെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് സിനിമ കണ്ടിറങ്ങിയത്. നിരാശയൊന്നുമില്ല, ഒരു നിരാശയില്ല. മെട്രോയുടെ പഴയ ആദ്യത്തെ ഒരു പാട്ട് ഇറങ്ങിയില്ല, അതിൻ്റെ ഒരു അതേപോലെ തന്നെ അതിനെക്കാട്ടി മികച്ചെന്ന് പറയാം. ആളുകളുടെ പെർഫോമൻസ് വൈസ് വളരെ നല്ലൊരു മൂവിയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ കണ്ട ഷോയിൽ നിറയെ ആളുണ്ടായിരുന്നു.